നിൻ കൈകൾ എൻ കണ്ണുനീർ തുടക്കുന്നതറിയുന്നു ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശ്വാസത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകുവാനും ഈ ഭൂമിയിൽ ദൈവരാജ്യം സംസ്ഥാപിതമാക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃരാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് മണിപ്പൂരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രത്യേകം സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും എൻ്റെ ഹൃദയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമൂഹത്തില് രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് നീ നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പാർന്ന കരം അവരുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് സൗഖ്യത്തിന്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിവിധ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു യേശുവേ ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അങ്ങയുടെ കൃപയാൽ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. തേജസ്സേ നിൻ
എല്ലാ ശുശ്രൂഷ മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മിഷൻ മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ പ്രതികൂല കാലാവസ്ഥയെ കാലാവസ്ഥയിൽ നിന്റെ കരം ഗ്രഹിച്ച് ഞാൻ ഈ കടല് നീന്തുന്ന കാലങ്ങളിലെ ഒക്കെയും എന്റെ കർത്താവേ, നിന്റെ പീഡാനുഭവത്തിന്റെയും നിന്റെ തിരുമരണത്തിന്റെയും നിന്റെ തിരുഉദ്ധാനത്തിന്റെയും സ്വർഗം അംഗീകരിക്കുന്ന സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാക്കണമേ. കർത്താവായ ദൈവമേ, എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ശ്രുതികട പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷ്യത്തിന്റെ സന്തോഷം നൽകണമേ. സാക്ഷ്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ, സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച് ഞങ്ങൾക്ക് കൃപ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കർത്താവായ ദൈവമേ, നിന്നോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ എന്നെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ശ്രുതികടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷിയായിട്ട് വരുന്ന അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നാ പറഞ്ഞത് അത് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ, സീരിയസ് വിഷയമാണ്. ഒരു ആൺമകനുണ്ട് കാണാനില്ല, അതാണ് പ്രശ്നം. 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമായിട്ട് ഇവരെക്കുറിച്ചൊരു പിടിയില്ല. 4 വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു മകനുണ്ട് കാണാനില്ലെങ്കിൽ 4 വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ? അവൻ മരിച്ചു പോയില്ലേ? എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ അമ്മേനെ ബന്ധമുള്ള ആൾക്കാർക്ക് വിളിക്കത്തില്ലേ? ഇല്ല, ആളെ തീർന്നു. അപ്പം മരിച്ചതുപോലെ എല്ലാവരും കരുതുകയാണേ. ഗ്രേസി ഡേവിസിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ്. അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പത്രത്തിലൊരു കീറ് കിട്ടുന്നത്. അവരത് വായിച്ചു നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും. കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്, അത് മാതാവിൻ്റെ കൈയാണ്, നിങ്ങളെ തൊട്ട് വിളിക്കുന്ന കൈയാണ്. കൈ ഇടിച്ച് കർത്താസുണ്ട്. കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ വാഗ്ദാനപേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവരിത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത്, അവരുടെ പ്രശ്നമൊന്നേ ഉള്ളൂ. 6 പ്രശ്നമൊന്നും അവർക്കില്ല. എന്താണ്? മരിക്കണമാകുമ്പോൾ മകനെ കാണണം, അത്രേ പ്രശ്നമുള്ളൂ. അവരമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ മരിക്കണമാകുമ്പോൾ എൻ്റെ മകനെ കാണണം അമ്മേ എന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് പോവുകയാണ്. ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ്. അതിനേക്കാൾ സീരിയസ് ആയിട്ട് 4 കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും, മരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ച് കാണും. അതങ്ങനെ അമ്മനോട് പറയണത്, അച്ഛൻ്റെ വന്നാൽ റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരതിനേക്കാൾ ക്യാൻസർ 4th സ്റ്റേജ്, കിഡ്നി 4th സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട്. പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ ചേർത്ത് അമ്മ പറയും, അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും, ഇവരുടെ ചങ്കിലിക്കൊള്ളൂ. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന്. അപ്പോൾ ഉടനെ ഇവരെന്നാ ചെയ്യുന്നത് കഴിഞ്ഞാൽ, ഇവരുടെ ടൈം കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ആരാധന കൂടും. ഗ്രേസി ഡേവിഡ് തൃശ്ശൂർക്കറിയാം, ഈ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടുമ്പോൾ ആരാധനയിൽ പ്രാർത്ഥനയുടെ സമയത്ത് മെസ്സേജ് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അരുളിച്ചെന്ന് പറയും. ഇതോടുകൂടി ഗ്രേസി ഡേവിഡ് അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന്. കഴിഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ ആരാധന ഇന്ന് കൃപാസനത്തിൽ നടന്ന് അവരിവിടെ വന്നിട്ടില്ലേ, നമ്മുടെ ആരാധന നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛനോടില്ലേ ഭർത്താവിനോട് പറയും. അവിടെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവരെ അവിടെ മകൻ വിളിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയിടാം. ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും. നോക്കിയേ, ഒരു വിഷയം പോണ പൊക്കുണ്ടല്ലേ, എത്ര സ്പീഡാണ്.
പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാസനം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത്, ഒരു മകൻ, പക്ഷേ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഒരു പ്രഖ്യാപനമാണ്. അവരുടെ മകനാണെന്ന് ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? എനിക്ക് പേര് കർത്താവ് തന്നില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത്. അത് മെസ്സേജാണ് പറഞ്ഞത്. അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണന്മാർ പോയി ഇതിങ്ങനെ ധ്യാന കേന്ദ്രന്മാർ കുറേയൊക്കെ പൊടിക്കൈയൊക്കെ പറയും, മകൻ വന്നെ മകൾ വന്നതൊക്കെ പറയും. ഇതൊക്കെ ശരിയാണോ? അപ്പോൾ ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതിത്തള്ളും. പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ, അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ്. അവരവിടെ നിന്ന് ചാടി വീഴുന്നത്, ദേ ഇന്ന് നടന്ന കൃപാസനത്തിൽ നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത്, അച്ഛൻ പറഞ്ഞതേ നമ്മുടെ മകൻ വരുന്നുണ്ടെന്ന്. എന്തൊരു വിശ്വാസത്തിലാണ്! ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും. അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് വിശ്വാസത്തിന് ശക്തി. കൈ ഇടിച്ച് കിടത്താണ്. എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവ സ്നേഹം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ ഈ ഒരു വിശ്വാസം കണ്ടില്ലേ, ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം കണ്ടല്ലേ? ഈ വിശ്വാസം തന്നെ ചില സമയത്ത് ഇപ്പോൾ ഗ്രേസി ഡേവിഡ് ഇത്രയും വിശ്വസിച്ച് മകനെ കിട്ടിയെന്ന് വിചാരിച്ചല്ല, മകനെ കിട്ടിയല്ലോ. എങ്കിലും വിശ്വാസം അപകട മേഖലയിലാണ്. ഒരിക്കലും നമുക്ക് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ധ്യാനം അവസാനിച്ചത്? ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണുപോയാൽ, അല്ലേ? നമ്മൾ ഹെബ്രായർ 4:6 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 6:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹെബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും കണ്ടില്ലേ? ഇത് അതായത് ഇപ്പം ഗ്രേസി ഡേവിഡിൻ്റെ വിഷയം എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പറഞ്ഞേ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, അല്ലെങ്കിൽ ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും, ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവര്. എന്താണ് ദൈവം ഇപ്പൊ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല, മകനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊടുത്തില്ലേ? 72 മണിക്കൂറിനുള്ള സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പം അങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ച് വിശ്വാസം ലഭിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് സാക്ഷ്യം പറഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ചോളൂ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇതാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്കൊരിക്കൽ സാക്ഷ്യം ലഭിച്ച് വിശ്വാസത്തിൻ്റെ വഴികളിൽ നിങ്ങൾ വന്നാൽ പിന്നെ എന്താണ്? നിങ്ങളത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥയാണ് ആ വിശ്വാസ നിലവാരം. അല്ലാതെ ഇനി ഒരു വിഷയം ഉണ്ടാകട്ടെ, അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് കാര്യം കണ്ടോളാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോയാൽ വീണ് പോയാൽ പ്രശ്നമാണ്. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വിശ്വാസത്തിൽ നിന്ന് വീണു പോയാൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യം. പിന്നീട് അവർക്ക് കിട്ടത്തില്ലെന്ന്. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ദൈവമാണ് തൊട്ടിരിക്കണം, അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റല്ല തൊട്ടത്. അപ്പം ദൈവം നിങ്ങളെ തൊട്ടിട്ട് നിങ്ങൾക്ക് ആ തൊട്ട അനുഭവം കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ പാപികളായിട്ട് പഴയ ലോകത്താന്മാരായിട്ട് പോയിട്ട് പിന്നീടൊരു വിഷയം ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് തന്നെ. അന്ന് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ
ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് പറയണത് അതിനേക്കാൾ ഗതികെട്ട വാക്കാണ്. ശ്രുതികടെ എടുത്തുതരാം. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 കരങ്ങൾ വീശി പാടാം. പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം എന്ന് പറഞ്ഞ നമ്മുടെ 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഈ വീണു പോണ ആൾക്കാരല്ലേ, വിശ്വാസം ഒരിക്കൽ ലഭിച്ചു, അടയാളം കിട്ടി, സാക്ഷ്യം പറഞ്ഞു, പിന്നീട് ഒരിക്കലും അവർ പിന്നീട് പഴയതുപോലെ ആ കാലം കഴിയുമ്പോൾ വീണ്ടും ലോകത്താനായിട്ട് ജീവിച്ചിട്ട് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് വന്നാൽ അവരെ ദൈവം വിളിക്കണത് പന്നി എന്നാണ് വിളിക്കണത്. അതിന് താഴത്തെ വായിച്ചേ 2 പത്രോസ് 2:22. 2 പത്രോസ് 2:22. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. നായ് ഛർദിച്ചത് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കും, ഒരിക്കലും വിശ്വാസം ഗ്രേസി ഡേവിഡ് അവർക്ക് വിശ്വാസം കണ്ടവരല്ലേ, അവരുടെ ദിവ്യകുർബാനയിൽ നിന്ന് ഈശോ പറഞ്ഞു അവരുടെ മകൻ വരുന്നുണ്ടെന്ന്. അവരത് വിശ്വസിച്ചു, മകൻ വരികയും ചെയ്തു പിറ്റേ ദിവസം. ഇനി ഗ്രേസി ഡേവിഡ് വീണ് പോയാൽ അവളെ നായെന്ന് പട്ടിയെന്ന് അല്ലെ പന്നിയെന്ന് വിളിക്കത്തുള്ളൂ ദൈവം. എന്താണ്? നായ ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തിന്നുന്നു. വീണ്ടും അതായത് ദൈവാനുഗ്രഹം കിട്ടിയിട്ട് പിന്നീട് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് പിന്നെ ചതിയോ വഞ്ചനയോ സെക്സോ മോശമായിട്ടുള്ള ജീവിതമോ മദ്യമോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഏഷണിയോ പരദൂഷണമോ പകയോ വിദ്വേഷമോ ചതിയോ അഹങ്കാരമോ ഇങ്ങനെ ലോകത്താനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നീട് അവരെ തിരിച്ച് കൃപയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. പിന്നീട് അത് തിരിച്ചു തരത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപ നേരെ കണ്ടിട്ട് പോലും നിങ്ങളുടെ മറ്റൊരു ജീവിതം, അതിനെ നിങ്ങൾക്ക് ആസ്വാദ്യം തോന്നിയ ഒരു ജീവിതം കണ്ടപ്പോൾ ദൈവത്തെ മാറ്റിയിട്ട് നിങ്ങളത് സ്വീകരിച്ച് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹവും വിശ്വസ്തതയുമാണ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട 2 പോയിൻ്റുകൾ. സ്നേഹം, അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണെങ്കിൽ അഭിഷേകം കീഴ് എന്ത് ഭാരമുള്ള സംഭവമാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തോടുള്ള. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ, ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരത്തിക്ക് മക്കളുണ്ട്, അനിയത്തിക്ക് മക്കളുണ്ട്, ചേട്ടത്തിക്ക് മക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മായി പറയും നീ മച്ചാണ്, നീ അസത്താണ്, നോക്കി നിനക്ക് മാത്രം എന്താ മക്കളില്ലാത്ത, വേറെ എല്ലാവർക്കും മക്കളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നുന്നു വല്ല കറണ്ട് കമ്പിയേലും പിടിച്ച് അത്ത് കളയാമെന്ന് തോന്നും. അത് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിൻ്റെ കുടുംബ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായി നിനക്കെതിരെ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കണ അതല്ല. അതിന് ഒപ്പം തന്നെ ഈ താമര അല്ലെങ്കിൽ ആമ്പല് അത് പെരുവെള്ളം വർഷകാലം വരുമ്പോൾ എന്ത് ചെയ്യും? ചീഞ്ഞു പോവുമോ? ഇല്ല. ആ വെള്ളത്തിൻ്റെ മുകളിൽ വരും ആ സംഭവം, ഇല്ലേ?
അത് തണ്ട് നീട്ടി എൻ്റെ താമര വെള്ളത്തിൻ്റെ പ്രളയം വന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ വരും. എൻ്റെ ദൈവവേദനെ ഇതുപോലെ നിനക്ക് ചുറ്റും ക്ലേശങ്ങൾ പെരുകുമ്പോൾ ദൈവസ്നേഹം നീ സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് മറ്റുള്ളവരാരും സ്നേഹിക്കാൻ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ ഇത് തന്നെയാണ് ഫലമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നീ സ്നേഹിച്ച് ജീവിതം നീ അവലംബമാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ സങ്കടങ്ങളുടെയും പ്രളയത്തിൻ്റെയും മുകളിലേക്ക് വരാൻ വേണ്ടി നീ അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൊടിയ ക്ലേശങ്ങളിലെ ദൈവസ്നേഹം നിറച്ച് ദൈവത്തിന് വേണ്ടി എനിക്ക് എൻ്റെ മക്കളെ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് നമുക്കറിയാമല്ലോ, അതായത് നിത്യജീവൻ വരെ പ്രാപിക്കാൻ പറ്റിയ ഇന്ധനം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരുത്തൻ വന്ന് ഈശോനോട് ചോദിച്ചില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾക്ക് ബോധമുണ്ട്, ചൊല്ലിയിട്ട് കാര്യമില്ലെന്നറിയാം. എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 19:16. മത്തായി 19:16. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു. പറഞ്ഞു. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പം അങ്ങക്കൊരു ക്ലൂ ഉണ്ടല്ലേ, ഒരു ക്ലൂ ഉണ്ട്. എന്താണ് കാര്യം? എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല അവൾ ചോദിച്ചത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്, എന്ത് സൽപ്രവർത്തികൾ ചെയ്യണമെന്നാണ് ചോദിക്കണത്. അപ്പോൾ ഇതിനകത്ത് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് പോലും നമുക്ക് ലഭിക്കണത് ചൊല്ലിയിട്ടല്ല കിട്ടണത്, പിന്നെ എന്താണ്, ചെയ്തിട്ടാണ് കിട്ടണത്. അങ്ങനെയാണെങ്കിൽ ഉടമ്പടിയുടെ അതിനകത്തുള്ള ഫോർമുലയിലുള്ള സൽപ്രവൃത്തികളായാലും കാരുണ്യപ്രവൃത്തികളായാലും സുവിശേഷ പ്രവർത്തനങ്ങളായാലും ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്ന അഭിഷേകം എന്ന് പറയണത് അത് ഏത് ക്ലേശകാലത്തും ഏത് ക്ലേശം, നിൻ്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമാണെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, പിന്നെ ദാരിദ്ര്യം കൊണ്ട് കിറുനാറിയിട്ട് പാടില്ല, പിന്നെയാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നത്. പക്ഷേ എന്തായാലും സഹായിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയണത്. മനസ്സിലായ? നിനക്ക് ഇല്ല, ഉള്ളതിൽ നിന്ന് സഹായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നതിനാണ് അഭിഷേകം എന്ന് പറയണത്. അതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യർ 8:2. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:2. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ഇത് മക്കെദോനിയ സഭയെക്കുറിച്ച് പറയണതാണ്. മക്കെദോനിയായ സഭ എന്ന് പറഞ്ഞാൽ ആദിമ സഭയിലെ ഒരു സഭയാണ് കൊറിന്ത് സഭ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം സ്ഥലങ്ങളുടെ പേരാണ്. ആ സ്ഥലത്തുള്ള സഭയ്ക്കാണല്ലേ പൗലോസ് അപ്പോസ്തലൻ കത്ത് എഴുതണത്. അപ്പോൾ ആ മക്കെദോനിയായ സഭയിൽ ഭയങ്കര ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും അവർ പിരിവെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു സന്തോഷത്തോടെ. മനസ്സിലായോ? അവർക്ക് ദാരിദ്ര്യമാണ്, എന്നാലും ദൈവസ്നേഹം നിറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിക്കണം. അവർ പറയും, ഞങ്ങളെ കൂടി കൂട്ടി, ഞങ്ങളെന്തിനാണ് തഴഞ്ഞത്? അവരെ സഹായിക്കുന്നതിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ തഴഞ്ഞത്? ഞങ്ങൾക്ക് ഇല്ലാത്ത വല്ലാത്ത നിങ്ങളെന്തിനാണ് അറിയണത്? ഞങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ അവരെ സഹായിക്കാൻ, ഞങ്ങളെയും കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ കൊടിയ ദാരിദ്ര്യത്തിലും ആണെങ്കിലും ഇവർക്ക് ആന്തരികമായിട്ട് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഇതിനെ അഭിഷേകം എന്ന് ബൈബിൾ പറയണത്. ബൈബിളെ അങ്ങനെ പറയത്തുള്ളൂ. അതിനാണ് സത്യവേദ പുസ്തകം എന്ന് പറയണത്. കൈയിട്ടിച്ച് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന അങ്ങേയ്ക്ക് ആരാധന.
Praise the Lord. Praise the Lord. അതായത് ഈ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് നിത്യജീവൻ വരെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തെ പെടുത്തുന്ന കാരുണ്യ പ്രവൃത്തികളും സൽപ്രവൃത്തികളും സുവിശേഷ വേലയും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫങ്ഷണറി ആയിട്ട് ചെയ്യേൻ. ഉടമ്പടി എടുത്തേരെ, ഇനി പത്താം കൊടുക്കണം. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് ഒരു നാട്ടുകാരത്തിയാണ്, ചേർത്തലക്കാരത്തി. എന്നാ അവരുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു സുനിൽ ചേർത്തല. അപ്പോൾ അവരോട് പല ആൾക്കാരും പറയും, ഇവിടെ വന്ന് കൃപാസനം നിങ്ങളുടെ നാട്ടിലല്ലേ? ഇപ്പോൾ ബിന്ദു സുനിൽ ചേർത്തലക്കാരത്തിയാണ്, കെട്ടിച്ചു വിട്ടിരിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ അവളുടെ കുറേ പ്രോബ്ലം ഉണ്ട്. കുറേ പ്രോബ്ലം ഉള്ള വെച്ചാൽ അവിടെ ആങ്ങളെയുമായിട്ട് ഉടക്കാൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല. ആങ്ങളെയുമായിട്ട് ഉടക്കി അമ്മയും മകളുമാണെന്ന് തോന്നണം. പിന്നെ ആങ്ങളെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, ആങ്ങളെ ഇവിടെ അല്ല. അപ്പോൾ ആങ്ങളായിട്ട് വഴക്കായിട്ട് മാനസികമായിട്ട് ശരിക്കും അകന്നു പോയ ആൾക്കാരാണ്. അതുപോലെ തന്നെ ആങ്ങളയ്ക്കൊരു മകനുണ്ട്, അവന് എന്തോ ഓട്ടിസം പോലെ എന്തോ രോഗമാണ്. പിന്നെ ആങ്ങളയ്ക്ക് രോഗമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവളോട് ആൾക്കാർ പറയും, നിങ്ങളുടെ നാട്ടിലല്ലേ കൃപാസനം, നിങ്ങൾക്ക് കൃപാസനത്തിൽ പോകാൻ വരും. അപ്പോൾ ഉടനെ ഇവർ പറയും, അവിടെ എന്നാ, അവിടെ ഈ പത്രം മേടിക്കണം, പത്രം കൊടുക്കണം, യൂട്യൂബ് ചാർജ് ചെയ്യണം, എൻ്റെ ഇതൊക്കെ ചുമ്മാ ബിസിനസ്സല്ലേ, ഞാനൊന്നും പോകത്തില്ലെന്ന് പറയും. ഇവർ വരത്തില്ല. എന്തിനാ അവർ പറയുന്ന വേറെ സാധനമുണ്ട്. ഞാൻ പലപ്പോഴും ബസ്സിൽ ഇതിലേ പോകുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് നോക്കത്തില്ലെന്ന്. എനിക്ക് അത്രയും വെറുപ്പായിരുന്നു. ആരോ പൈശാചികമായി അവിടെ ഉള്ളിൽ തിന്മയുടെ ശക്തി കയറ്റി വിട്ടിരിക്കുകയാണ്. പിശാച് അങ്ങനെ ഒരു കാര്യം ചെയ്യുവേ. ഇപ്പം നമുക്കിത് മാത്രം ട്രോളുകളാണ് നമുക്കെതിരെ ഇറങ്ങിയത്. ഞാൻ ആ ഒരു ട്രോളിന് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? മറുപടി കൊടുക്കും. കാര്യം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ അവരോട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. സംസാരിക്കേണ്ട ആരാണ് സംസാരിക്കേണ്ടത്? ദൈവമല്ലേ സംസാരിക്കേണ്ടത്. നമ്മൾ സംസാരിക്കത്തില്ല. നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ച് ഉപവസിച്ചുമൊക്കെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാം. എന്നിട്ട് ആ സാക്ഷ്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവസാനം നമ്മളെന്താ ഇതുപോലെ ഇതിൻ്റെ വാതിൽക്കൽ കൂടി പോയാൽ പോലും സ്വന്തം നാട്ടുകാരത്തിയായിട്ട് പോലും മാതാവിനെ തിരിഞ്ഞു നോക്കാത്ത ആൾ ഒരു സുപ്രഭാതത്തിലെ അവർക്കൊന്നും, അതായത് കൃപാസനത്തിനെതിരെ ചിന്തിക്കുന്നവർക്കൊന്നും ഒരു സമയം കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഈ സത്യമായതുകൊണ്ട് അവർക്കൊരു സങ്കടം വന്നാൽ എന്നാ ജാതിക്കാരായാലും അവർക്ക് തിരിച്ച് അമ്മയല്ലാതെ വരെ അഭയമില്ലല്ലോ. അത് അവർ തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഇതിനകത്ത് കയറി ഉടമ്പടി എടുത്തു. അത് നടപ്പിൽ വരുത്തിയപ്പോൾ ഇപ്പോഴെന്നാ അവർ പറയാമെന്നറിയാമോ? അവർ അമ്മയെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ശക്തയായ പ്രചാരകയായി മാറുകയെ. അതെന്താ കാര്യം വെച്ചാൽ ഇവർ ഒരിക്കൽ സ്വപ്നത്തിൽ ജന്മത്തിൽ വിശ്വസിച്ചില്ല. അമ്മയടുത്ത് വന്ന് ഉടമ്പെടുക്കുമ്പോൾ ആങ്ങളെയുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന് മാത്രം എഴുതിയിട്ട് ആദ്യം ആങ്ങളുടെ മകൻ്റെ അസുഖം മാറണം, ആങ്ങളുടെ വാൽവ് ദ്രവിച്ചിരിക്കുകയാണ്, അവൻ മരിച്ചു പോകും, അവൻ്റെ വാൽവിന് ഓപ്പറേഷൻ നടത്തണം ഉള്ള മാർഗം തന്നെ, അല്ലെങ്കിൽ അവൻ ജീവിക്കണം. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അമ്മ ഒരു ആശുപത്രിയും പോകാതെ അവൻ്റെ വാൽവ് ശരിയാക്കി കൊടുത്തു. ആ ആങ്ങളെ ഒരാഴ്ച ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ഇവരുടെ വീട്ടിൽ വന്ന് അമ്മനെയും മകളെയും കൂടി വിളിച്ചുകൊണ്ട് പോയി. ആകപ്പാടെ നമ്മളെ വേറെ ഏത് രാജ്യത്ത് നാട്ടിൽ ജീവിക്കണ പോലെ പടപടാന്ന് അവൻ്റെ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന മകനെ വേറെ അത് നിർത്താൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ആങ്ങളുടെ ഭാരം കുറച്ച് എല്ലാം അവൾ ചോദിച്ചത് എല്ലാം എണ്ണി ദിവസങ്ങൾക്കുള്ളിൽ കൊടുത്ത്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? അതായത് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ആളിവിടെ വരും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടും, എല്ലാ ആഴ്ചയും കുർബാനയ്ക്ക് കൂടും, എല്ലാ ആഴ്ചയും വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവരും കൊടുക്കും. നോക്കിയേ ഒരാളതൊക്കെ. അപ്പോൾ അതായത് എത്ര കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാലും ശരി സത്യത്തെ മൂടിവെക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് കൃപാസനത്തെ അപമാനിച്ചവർ തന്നെയാണ് പിന്നീട് അതിൻ്റെ പ്രചാരകരായിട്ട് അമ്മ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉപകരണമായി മാറണത്. അതുപോലെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ
കർത്താവായ ദൈവമേ, അതുപോലെയുള്ള വലിയ അനുഭവങ്ങളാലെ ദൈവാനുഭവങ്ങളാലെ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷികളാക്കി മാറ്റണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അതായത് വിശ്വാസ നിമ്നോന്നതങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടില്ലേ, അത് ഇപ്പോൾ ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, അതുപോലെ ബിന്ദു സുനിൻ്റെ വിശ്വാസം കണ്ടു. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ചില സമയത്ത് വിശ്വാസം ഇങ്ങനെ വേദിയേറ്റം പോലെ ഇങ്ങനെ ഉയർന്നു വരണ കാണാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതുപോലെ തന്നെ വിശ്വാസം താഴുകയും ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ എത്ര വിശ്വാസത്തിൽ ഉന്നതരാണെങ്കിലും ശരി, നമുക്ക് നല്ല ശക്തമായ രോഗങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തകർച്ചയോ കുടുംബത്തിൽ കലക്കമോ ഒക്കെ ഉണ്ടായാൽ നമ്മളെ വിശ്വാസം താഴുന്നില്ലെങ്കിലും വിശ്വാസം ഇങ്ങനെ പമ്മി നിൽക്കണ കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ മാത്രം നിങ്ങളെ വിശ്വാസം കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല. ഇപ്പോൾ കർത്താവിനോട് അപ്പോസ്തലന്മാർ എന്താ പറയണത്? ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ, അല്ലേ? എന്ന് അവിശ്വാസം പരിഹരിക്കണമേ. അപ്പോൾ അതൊരു പ്രാർത്ഥന സ്റ്റൈലാണ് പറയണത്. പക്ഷേ വിശ്വാസത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ ഒരാഴ്ച അതിങ്ങനെ ഉയർന്നു വന്നാൽ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും, ഇപ്പം നിങ്ങളെ മുഖത്ത് നോക്കി നട്ടെടുത്ത് മുളക്കാത്തൊരു നോണ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞെന്ന് വിചാരിച്ചോ? വല്ല കൂട്ടുകാരന്മാരൊക്കെ ഇപ്പോൾ കത്തൊക്കെ എഴുതത്തില്ലേ? ഇപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ കത്തൊക്കെ എഴുതും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു ചതിക്കണതായിരിക്കും, ഇല്ലേ? ചിലരൊക്കെ അമ്മായിമാരൊക്കെ പറഞ്ഞിട്ട് മരുമകൾക്ക് എതിരെ മകനെയൊക്കെ കത്തെഴുതണില്ലേ? അപ്പോൾ കത്തെഴുതിയിട്ട് അവൾ അങ്ങനെയാണ്, അവൾ എപ്പോഴും മൊബൈലാണ്, എപ്പോഴും രാത്രി പോകാൻ വിളിയാണ്, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ല. അവൾ പിഴച്ചവളാണെന്ന് പറയത്തില്ല, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നേ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരാളെ ചതിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഏഷണി പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞ് വിചാരിച്ചോ? ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹിസ്റ്ററിയാണ്. മരുമകളുടെ ജീവിതം തകർത്തതും മകളുടെ ജീവിതം തകർത്തതും അയൽവാസിയുടെ കല്യാണം മുടക്കിയത് നിങ്ങളുടെ ചരിത്രമാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നീ കണ്ണീരോടെ നിങ്ങൾ പ്രായശ്ചിത്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാരണം എത്രയോ പേര് കണ്ണീര് കുടിച്ച് നിങ്ങൾ തൽക്കാലം ജയിക്കാൻ ചെയ്തതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പ് ജയിക്കാൻ നോക്കണം. മനുഷ്യന്മാരുടെ മുമ്പ് ജയിച്ചിട്ട് കഥയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും, നമ്മളും ചാകും. പിന്നെ ആര് ജയിച്ച് ആര് തോറ്റെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ അയൽവാസിയുടെ ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരത്തിൻ്റെ ജയിച്ചു, ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ചത്ത് അവരും ചത്ത്, തീർന്നില്ല പരിപാടി. അപ്പോൾ അതോടുകൂടി ആര് ജയിച്ച് ആരെ തോറ്റെന്ന് അറിയാൻ പറ്റത്തില്ല. ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് കൈയടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആ വാദിയും പ്രതിയും ഈ മണ്ണിൽ മരിച്ചു വീഴും കുറച്ച് കഴിയുമ്പോൾ. ഒരാഴ്ച മുമ്പ് മരിക്കുമെന്നേ ഉള്ളൂ, ചിലപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിക്കുക എന്നുള്ള ജഡികമായ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളില്ലേ, അതിനോട് ഗുഡ് ബൈ പറയണതാണ് ഉടമ്പടി പെട്ടെന്ന് കയറി കത്താൻ എളുപ്പം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ആരുടെയെങ്കിലും ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഇപ്പോൾ കടക്കാരെന്നൊക്കെ പറയണത് ആരാണ്? മേടിച്ചിട്ട് കൊടുക്കത്തില്ലെന്നും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മേടിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? നിങ്ങൾ ഇവിടെ കൃപാസനത്തിൻ്റെ അകത്ത്
പ്രത്യക്ഷിക്കണ പ്രാർത്ഥന എടുക്കുമ്പോൾ ഉടനെ നിലയം വിളിച്ച് മാതാവെ രക്ഷിക്കണേ, കർത്താവെ രക്ഷിക്കണേ, എൻ്റെ ജീവിതം തീർന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കയ്യിരിപ്പ് വേറെ ആണല്ലോ. പ്രത്യക്ഷിക്കണ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ നിങ്ങൾ യഥാർത്ഥ അസൽ രൂപം വരുന്നുണ്ടല്ലോ, അതല്ലേ കുഴപ്പം. അത് കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് അത് തിരുത്താം കൃത്യമായിട്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വശപ്പശകുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ദൈവ പൈതലിനെ പോലെ വ്യാപരിക്കാൻ നോക്കണം. അതുകൊണ്ടാണ് പറയണത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചൊരു വീണ് പോയാൽ അവിടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാളും മോശമായിരിക്കും. എന്ന് വെച്ചാൽ ദൈവം പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ ദൈവം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കയ്യിരിപ്പ് ശരിയാണെന്ന് നോക്കണം. ദൈവം എന്താ ഇത്രയും നാളെ ഇപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങളെന്താ തിരിഞ്ഞു നോക്കാത്ത ദൈവം? അപ്പം നിങ്ങളെ തിരിഞ്ഞു നോക്കണം. അതാണൊരു മാർഗം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, എന്നിട്ട് ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ തിരിഞ്ഞു നോക്കണം. എൻ്റെ കൈ വല്ല വഴിപ്പശു കൊണ്ടാ, ആടെയും ജീവിതം ഞാൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടാ, ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ടാ, ഉണ്ടായിട്ടും കൊടുക്കാൻ വെച്ചിട്ടുണ്ടാ, അതെടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സൂത്രപ്പണി തരികിടപ്പരോട് കാണിച്ചിട്ടുണ്ടാ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടായിട്ട് അങ്ങനെയുള്ള കയ്യാങ്കളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടി സ്വീകാര്യമാകാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ നീ തകർക്കണമേ. തകർന്ന ഹൃദയത്തിന്റെ കാഴ്ചകളാണ് നീ സ്വീകരിക്കണമെന്ന് സുവിശേഷത്തിന്റെ വെളിപ്പാടിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തണത്. കാര്യം വിശ്വാസം എല്ലാവർക്കും വിശ്വാസം തളർന്നു പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന മാത്രം വിശ്വാസം ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടാണ്. ചില ആൾക്കാർ വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ഈ ആഴ്ചയിലൊരു 50 പോയിൻ്റ് നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച 40 പോയിൻ്റൊക്കെ താഴുവത്. മനസ്സിലായോ? വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ വിശ്വാസത്തിന് സ്റ്റാറ്റിക്കായിട്ട് നിർത്താനും കയറ്റി വീഴാനുള്ള ഒരു മാർഗമെന്ന് പറയണത് ഇപ്പം നമുക്കറിയാമില്ലേ, വിശ്വാസത്തിൻ്റെ പെട്ടെന്നാണ് നല്ല തികഞ്ഞ വിശ്വാസമാണെങ്കിൽ പെട്രോൾ പോലെ കത്തണം. എന്താ കാര്യം? അത് പക്ഷേ അത് കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം താഴാതിരിക്കാനുള്ള 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് അതായത് 3 കാര്യം. ഒന്ന് നമ്മൾ പറയണ ഉടമ്പടി പറയുന്ന ഇതാണ്, അത് സൽപ്രവൃത്തികളാണ്. കാര്യം സൽപ്രവൃത്തിയുടെ പ്രശ്നം എന്നറിയാമോ? സൽപ്രവൃത്തി ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് വിശ്വാസം താഴാതിരിക്കാനുള്ള മെയിൻ സംഭവം. ഒന്ന് സൽപ്രവൃത്തിയാണ്. എന്താ കാര്യം എന്നറിയാമോ? സൽപ്രവൃത്തി നമ്മൾ ചെയ്യണം. ഇപ്പോൾ എന്തുമാത്രം സൽപ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിന്ന് ആ വിശ്വാസം താഴുക ഇല്ല. ഇപ്പം നമ്മൾ തോബിത്ത് 12:12 എടുത്തേ. തോബിത്ത് 12:12 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. തോബിത്ത് 12:12 നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. അതാണ് സംഭവം. അത് 12:13. തോബിത്ത് 12:13 എന്താ സംഭവം? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്? വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ വിശ്വാസം താഴാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം ഗ്രാഫ് പൊങ്ങും താന്നും കിടക്കും. പക്ഷേ നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് പ്രവൃത്തിയുടെ ഫോർമാറ്റിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ? തോബിത്ത് 12:13 വായിച്ച് നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ പറഞ്ഞേ, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അതായത് ഈ മനുഷ്യരെ മരിച്ചവരെ സംസ്കരിക്കാൻ പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ്. പെന്തക്കോസ്താ ദിവസം നല്ല വിഭവസമൃദ്ധമായ ഊണിൻ്റെ സമയത്താണ്. ഊണ് കഴിക്കാൻ പോകുമ്പോൾ മകനോട് പറഞ്ഞ് നമ്മുടെ ആരുടെയെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മാവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ
മരിച്ച ആൾക്കാരെക്കുറിച്ചാണ് അവൻ പറയണത്. മരിച്ചുപോയ ആൾക്കാരുടെ ജഡം കിടക്കണമെന്നാണ് പറഞ്ഞത്, പട്ടണത്തിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഉടനെ ഈ മനുഷ്യൻ ആ ഭക്ഷണം കഴിച്ചില്ല. ആ ഭക്ഷണം കഴിക്കാതെ, തൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാതെ നേരെ ഓടിപ്പോയി ആ ശവത്തെ സംസ്കരിച്ചതിനെക്കുറിച്ചാണ് ദൈവം പറയണത്. നീ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നീ ത്യാഗം അനുഭവിച്ചുകൊണ്ട് നീ ആ ശവം മറവ് ചെയ്യാനുള്ള കാരുണ്യപ്രവൃത്തി ചെയ്തപ്പോൾ ഐ വാസ് വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവവേദനെ എപ്പോഴെങ്കിലും പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷ്യം എന്ത്? സൽപ്രവൃത്തികളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള സൽപ്രവൃത്തികള് ദൈവസ്നേഹത്തോടെ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികടേ ആരാധന ശ്രദ്ധിക്കട്ടെ. ഈ ഓമന ധർമ്മരാജൻ അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഓമന ധർമ്മരാജൻ, അതും തൃശ്ശൂരാണെന്ന് തോന്നണം. അവിടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഭയങ്കര ഹൃദ്യമാണ്. ഇവർ രണ്ടുപേരും പ്രാർത്ഥനയുള്ളവരാണ്. ഓമനയും ധർമ്മജനും പ്രാർത്ഥനയുള്ളവരാണ്. ഈശോനും അമ്മയോടും അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. ഒരു കൂട്ടുകമ്പനിക്ക് പോയി. ധർമ്മജൻ ഒരു കൂട്ടുകമ്പനിക്ക് പോയി വെച്ചാൽ ഈ ആൾക്കാർ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് കൂടത്തില്ലേ, വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുപ്പിക്കൂട്ടം കാണിക്കില്ല. കുപ്പിക്കൂട്ടത്തിന് പോയി. അവൻ കുടിച്ചില്ല, പക്ഷേ കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു വിട്ട്. ആ കൊടുത്തു വിട്ടത് ഈ ഓമനെ പറ്റിച്ച് ഈ മനുഷ്യൻ ഈ ഉടുപ്പിൻ്റെ അകത്ത് വെച്ച്, മുണ്ടിൻ്റെ അകത്ത് വെച്ച് നേരെ തൊഴുത്തിലങ്ങോട്ട് കൊണ്ട് ഒളിപ്പിച്ച് വെച്ച്, ആ ബ്രാൻഡി ഒളിപ്പിച്ച് വെച്ച്. പക്ഷേ ഇതോടുകൂടി ആ വീട്ടിൽ അലയും അങ്ങോട്ട് പോവുകയാണ്. ഓമനത് കണ്ടില്ല. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് ഒരു ബോധക്കേടുണ്ടായി, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. ഇവൾ നിലവിളിച്ച് നിലത്ത് വീണിട്ട് ഉടനെ ഇവൾ പറയും, മകളോട് പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്ക്, വെളിവില്ലാതൊക്കെ പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ നിലത്ത് കിടക്കുകയാണ്. ഉടനെ മകള് ആ അമ്മ ചോദിച്ചതിന് വേണ്ടി മരുന്നെടുക്കാൻ ചോദിക്കണ പോലുള്ള ഒരവസ്ഥയാണ്. അത് കാരണം മകൾ കൊണ്ട് പേനയും പേപ്പറും കൊടുക്കും. എന്നിട്ട് നെഞ്ചത്ത് വെച്ച് ഇവളെന്തൊക്കെ കുത്തിക്കുറിക്കും. അവളുടെ ബോധം പോയി, റിലേ പോയിരിക്കുന്ന ആൾ കരഞ്ഞ് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് പല്ലാത്ത അവസ്ഥയായി. എന്നിട്ടിങ്ങനെ കുത്തിക്കുറിക്കും. ഉടനെ ഇവളുടെ ഭർത്താവ് ഇത് മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അപ്പോൾ ഇത് വായിച്ചോട് ഈ മനുഷ്യൻ കിടന്ന് കാറ് നിലവിളിക്കും, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതോടുകൂടി ആ മനുഷ്യൻ ഇപ്പം മാപ്പ് പറയും. എടി, ഇതാണ് വിഷയം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്, ഡിവൈൻ സോണിലാണെങ്കിലേ ദൈവം നമ്മൾ ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. അയാൾ എല്ലാ കുടുംബം നശിക്കാൻ പോകുകയായിരുന്നു. പാത്ത് കൊണ്ടുവന്ന് മദ്യം വെച്ച് കുടിച്ച്, രഹസ്യത്തിൽ കുടിച്ച് പിന്നെ ആ സ്വഭാവം മാറി, പ്രാർത്ഥനാ ജീവിതം മാറി, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് തകരാൻ പോകുകയായിരുന്നു. അപ്പോഴുടനെ ആത്മാവിൽ പ്രവേശിച്ചിട്ട് ഇവൾക്കറിയത്തില്ല ഇവൾ എന്താണ് ഈ നെഞ്ചത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷെ വായിക്കുന്നവർക്കറിയാം എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയാണ്. അതായത് പ്രാർത്ഥന എന്തുമാത്രം സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം. പിന്നീട് ഓമനയുടെ ബാക്കി സാക്ഷ്യം, അതുകൊണ്ട് കുടുംബം രക്ഷപ്പെടുകയാണ്. അതല്ല, ഓമനയുടെ ബാക്കി സാക്ഷ്യം കേൾക്കണം. ഓമൻ അവസാനം പറയുന്നൊരു കാര്യമാണ് എന്നെ സ്പർശിച്ചത്. കാര്യം, ഞാൻ എവിടെ പോയാലും ഒരു പൊതി ചോറെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ടാണ് പോകണമെന്ന്. ഞാൻ എവിടെ പോയാലും എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും രോഗികളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, ഇല്ലാത്തവരെ കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് സൽപ്രവൃത്തി എന്ന് പറയണത്. ദൈവം നമ്മളെ വിട്ടു മാറത്തില്ല.
നിൻ്റെ ഭർത്താവോ നീയോ നിൻ്റെ കുടുംബമോ നിൻ്റെ മക്കളോ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൈയിട്ടിച്ച് കിടത്താൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരും പ്രവൃത്തികളിൽ കാരുണ്യ പ്രവൃത്തികളിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ. അതായത് ഈ 2 കൊരിന്ത്യർ 8:16 എടുത്ത് 2 കൊരിന്ത്യർ 8:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:16 നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒന്നിനു വായിച്ചാൽ നിങ്ങൾ മനസ്സിലായില്ലേ? അതായത് തീത്തോസ് എന്താ ചെയ്തിരിക്കണത്? തീത്തോസ് ആദ്യം മക്കെദോനിയ സഭയെ സഹായിച്ച ആളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, തീത്തോസിലൂടെ തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തികൾ ദൈവം നിങ്ങളെ വിശ്വാസം പോലെ കാരുണ്യ പ്രവൃത്തിയിലും വെച്ച് നിൽക്കട്ടെ. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്. അതായത് 2 കൊരിന്ത്യർ 8:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:7 നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. അടുത്ത വരി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. അതായത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് യഥാർത്ഥമായിരിക്കണം. ഇപ്പം ഇവളെ സംബന്ധിച്ചത് എന്താണ്? അവൾക്ക് കാരുണ്യ പ്രവൃത്തി. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ഉടമ്പടിയല്ലേ. ഇനിയിപ്പോൾ രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ അയ്യൽട്ടിൽ തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് ആൾക്കാരുടെ ഇക്കണോമിക്ക്. അതാണ് ആൾക്കാർ സൽപ്രവൃത്തി ചെയ്യാതൊന്നും ഇരിക്കണില്ല. സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്, രോഗികളൊക്കെ പോയി കാണുന്നുണ്ട്. ദൈവം ഇനി രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് സാധാരണ പ്രശ്നം. അതായത് നിങ്ങളുടെ വിഷയമാണ്, അല്ല ദൈവത്തിൻ്റെ വിഷയമല്ല. സൽപ്രവർത്തികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെല്ലാവരും സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ്? അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യണതാണ്. ഇതെങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമുക്ക് വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ഥലം വിറ്റ് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങളുടെ സ്ഥാവരജംഗ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൽപ്രവൃത്തി ചെയ്യണത്. നോ, നിങ്ങളുടെ യഥാർത്ഥ ദൈവത്തിനോടുള്ള സ്നേഹമായിരിക്കണം. നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വാഭാവിക സൽപ്രവൃത്തികൾ ചെയ്യുന്നത് പോലും നമ്മളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്, അതായത് അത് പുറംപൂച്ചല്ല, മറിച്ച് എന്താണ്, തനി സ്വർണ്ണമാണ്, 916 ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യണത്. സൽപ്രവൃത്തിയായാലും ശരി, കാരുണ്യപ്രവൃത്തിയായാലും ശരി, സുവിശേഷ വേലയായാലും ശരി, പത്രം കൊടുപ്പിലായാലും ശരി, വേദപ്രചാരമായാലും ശരി, അതിൻ്റെ പിന്നിലെല്ലാം ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. ഇപ്പം യഥാർത്ഥ സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സൽപ്രവൃത്തികളിലും കാരുണ്യപ്രവൃത്തികളിലും വെളിവാക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തി എൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും ഭാവന പ്രവർത്തനങ്ങളിലും അതുപോലെ വേദപ്രചാര പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ.
വിശ്വാസത്തിൽ വീണു പോകാതിരിക്കും. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസത്തിനൊരു കൊഴുപ്പുണ്ട്. എന്താണ് അത്? ഓരോ ആഴ്ചയിൽ വളർന്നാൽ അടുത്ത ആഴ്ച തളരും. ഇതിന് കേവല സ്ഥിതി ഉണ്ടാക്കാനും വളരുക മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ദൈവനാമത്തിലും ദൈവസ്നേഹത്തിലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയിലുമുള്ള സൽപ്രവൃത്തികൾ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? തോബിത്തിൻ്റെ 12:13 പോലെ നീ സൽപ്രവൃത്തികൾ ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ദൈവം തന്നെ നിൻ്റെ കൂടെ വരും. ദൈവം തന്നെ നിൻ്റെ കൂടെ വരണ കാരണം നിൻ്റെ വിശ്വാസം ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. പക്ഷേ ദൈവവേദന അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വീണു പോകാതിരിക്കാൻ. ആദിമസഭയുടെ പാഠങ്ങളാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ 2 പത്രോസ്, ദാറ്റ് മീൻസ് 2 പത്രോസ് 1:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സൽപ്രവർത്തികളിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും വേദപ്രചാര പ്രവർത്തനങ്ങളിലൂടെയും ദൈവസംഘത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തികളിലൂടെ പോയാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. വിശ്വാസം വീണു പോകാൻ സാധ്യതയുള്ള സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ വീണുപോയൊരു കക്ഷിയുണ്ട്. ആരാണത്? സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ വീണെങ്കിൽ പിന്നെ നമ്മൾ വീഴത്തില്ലേ? സ്നാപയോഹന്നാൻ വീണു പോയില്ലേ? എന്താണ് വീണു പോകാൻ കാര്യം? എന്താ പറയണത്? വരാതിരിക്കുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വരാതിരിക്കുന്ന നീ തന്നെയോ. അതായത് 7:19, ലുക്ക 7:19. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 7:19. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. സ്നാപയോഹന്നാൻ്റെ വിശ്വാസത്തിൽ വീഴ്ച വന്ന കണ്ടില്ലേ? ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് ഈ ഭാഗം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് കർത്താവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് ആ പഠനം കേട്ട് ബോധ്യപ്പെട്ട് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. യാക്കോബും യോഹന്നാനും. അത്രയും ഒരു കാലത്ത് വിശ്വാസത്തിൽ വളർന്നിരുന്നൊരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോൾ പിന്നെ വിശ്വാസം പോയി. അതാ വരാതിരിക്കുന്നവൻ നീ തന്നെയോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോഴും യേശുവിന് വേണമെങ്കിൽ സ്നാപയോഹന്നാനോട് പറയാമായിരുന്നു, നീ എന്തിനാ, നിനക്ക് ബൈബിൾ അറിയാമല്ലോ, ബൈബിൾ എടുത്ത് വായിച്ചാൽ പോരെ, ഞാൻ തന്നെയാണ് വരാതിരിക്കണമെന്ന് എന്ന് ചിന്തിച്ചിരിക്കുക. അല്ലേ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? സ്നാപയോഹന്നാൻ വന്ന് യേശുവിനോട് യേശുവിൻ്റെ അടുത്ത് വിട്ടിരിക്കുകയാണ്. എന്താണ്? വരാതിരിക്കണവൻ നീ തന്നെയാണോ അതോ വേറെ ആൾക്കാരെ ഞങ്ങളെ പ്രതീക്ഷിക്കണോ? അപ്പോൾ യേശുവിന് പറയാമല്ലോ, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്, നീ എടുത്ത് വായിച്ചു നോക്കിയേ, നിനക്ക് വചനം അറിയാൻ പാടില്ലേ എന്ന് പറയാം. പക്ഷേ വചനം ചില സമയത്ത് അവിശ്വാസികളുടെ മുമ്പിൽ വില പോകത്തില്ല. വചനത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. വചനം അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു പറഞ്ഞേനം വചനം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞില്ല. പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകത്തില്ലെങ്കിൽ പിന്നെ അടയാളം മാത്രമേ വിലപ്പോകത്തുള്ളൂ എന്ന് ഈശ്വരന് അറിയാം. അതുകൊണ്ട് സ്നാപയോഹന്നാൻ എന്ന സംശയരോഗിയോട് സംശയമുള്ളവനോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? നീ വചനമൊന്നും വായിക്കണ്ട, വായിച്ചിട്ട് കാര്യമില്ല, നിനക്കറിയാം. പക്ഷെ നിനക്ക് കാര്യം ഉണ്ടാകണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക. അന്തർ കാണുന്നു, ചികിടർ കേൾക്കുന്നു, ഊമ സംസാരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവവേദലെ സംശയമുള്ളവർക്ക്, വചനം അറിയാത്തവർക്ക്, ദൈവവുമായിട്ട് ഇടപാടില്ലാത്തവർക്ക് ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. അവസാനം ആത്മാവ് എന്താ വെളിപ്പെടുത്തിയത്? അടയാളങ്ങൾ അന്തൻ്റെ സുവിശേഷമെന്ന്. അല്ലേ? ഞാനും പോലും അറിയാതെ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ പിന്നെ ബൈബിള് അല്ല വെളിച്ചം നൽകണത്.
സംശയം വന്നുപോയുടെ മുമ്പിൽ പിന്നെ ബൈബിളല്ല വെളിച്ചം നൽകണത്, പിന്നെ ആരാണ്? അടയാളങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്, സ്നാപയോഹന്നാൻ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നവനാണ്, ഇന്നവന് വിശ്വാസമില്ല. ഇനി അവന് വിശ്വാസമുണ്ടാക്കാൻ അടയാളങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 7:22 അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. സാക്ഷ്യത്തിന്റെ പ്രധാനം മനസ്സിലായില്ലേ? സാക്ഷ്യമാണ് സുവിശേഷത്തിൻ്റെ അപ്പുറത്തെ സുവിശേഷം. സാക്ഷ്യമാണ് അന്തൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ അറിയാത്തവർക്ക്, ബൈബിൾ ഇല്ലാത്തവർക്ക്, ബൈബിളിൽ വിശ്വസിക്കാത്തവർക്ക്, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പിന്നെ ഉള്ള പിടിവള്ളി എന്താണ്? സാക്ഷ്യമാണ്, അടയാളങ്ങളാണ്, കാണുന്നതും കേൾക്കുന്നതുമാണ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിക്കാൻ എന്നെ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന്. ആ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും യോഹന്നാന് ഇടർച്ച വന്നിട്ടില്ലെങ്കിൽ ഹീസ് ബ്ലെസ്സഡ്. ഇടർച്ച വന്നാൽ അവൻ്റെ കാര്യം പോക്കാണ്. അടയാളം കണ്ടിട്ടും അടയാളങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും, അതുപോലെ കാണാനുള്ള കണ്ടിട്ടും കേൾക്കാനുള്ള കേട്ടിട്ടും ദൈവത്തിൻ്റെ കാലസ്പർശം കണ്ടിട്ടും വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബ്ലെസ്സഡ്. നോട്ട് ബ്ലെസ്സഡ് എന്നല്ല, കേഴ്സ് ടു കൊറോസിൻ. കഫർനാമേ, നിനക്ക് ദുരിതം. നിന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സീദോനിലാണ് പ്രവർത്തിച്ചെങ്കിൽ എത്രയോ നേരത്തെ ചാക്കൊടുത്ത് തപസ് ചെയ്യുമായിരുന്നു. എന്നാൽ നിൻ്റെ ലോകാവസാനത്തിൽ നിൻ്റെ സ്ഥിതി സോദോമിനേക്കാളും മോശമായിരിക്കും. തീയും ഗന്ധകവും തീയും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞ സോദോമിനേക്കാളും മോശമായിരിക്കും അടയാളം കണ്ടിട്ടും വിശ്വസിക്കാത്ത അവിശ്വാസിയുടെ സ്ഥിതി എന്ന് ബൈബിൾ താക്കീത് കൊടുക്കുന്നത് യേശുവിൻ്റെ വാക്കുകളിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 10:13-14. ലൂക്കാ 10:13-14. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ഇത് വചനം നൽകണത് അനുദപിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലായി. അവസാനം ഈശോ എന്നാ പറയണത്? അതായത് അടയാളങ്ങൾ നൽകുന്നത് അനുദപിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്തവർ അറിയാനും അറിഞ്ഞവർ ആഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ അങ്ങയുടെ അടയാളമാക്കണമേ. എനിക്ക് ലഭിക്കുന്ന അടയാളങ്ങളിലൂടെ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ, അനുതാപത്തിലും ആത്മാഭിഷേകത്തിലും സത്യത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേൽക്ക്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ പേരും ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ളവർ ജാഗ്രത പുലർത്തുക. ടി വിയിലൊക്കെ വെച്ചിരിക്കുന്നവരെ മൊബൈൽ ടി വിയോട് ഘടിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം കൂടുന്നവർ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ഓൺലൈനിൽ മുട്ടേ നിൽക്കുക. ഓൺലൈനിലുള്ളവരെ ഇപ്പോൾ മുട്ടേ നിൽക്കേണ്ടതാണ്. ടി വിയിലുള്ളത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ കിടപ്പ് രോഗികളെ, നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന സമയമാണ് കർത്താവ്. ദൈവത്തെ നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന നിൻ്റെ കിടപ്പ് രോഗികളെയും നിൻ്റെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ എടുക്കുക. വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണങ്ങൾ, ടി വിയിൽ സംഭവം കാണുന്നവരെ, ശുശ്രൂഷ കൂടുന്നവരെ,
അവർക്ക് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്, ആ ഉടമ്പടി വെച്ചതിൻ്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമയത്ത് മുട്ടിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശ്വാസി സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മകനെ, തൻ്റെ മകളെ വിശ്വസിക്കാൻ പോകുന്നു. കർത്താവെ, ഇവിടെ കല്യാണം മുടങ്ങിപ്പോയ മക്കളെ, അതുപോലെ തന്നെ രോഗകാതുരമായ മക്കളെ, അതെല്ലാം ഈ സമയത്ത് ആരാധന എതിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ തൊട്ടുകൊണ്ട് നീ അതിശക്തമായി വിശ്വാസ പ്രമാണത്തോടെ ശക്തമായി സ്തുതിച്ചിട്ട് അടിപ്പുറ പോലെ വൈദാഘാതം പോലെ ദൈവിക സത്യം നിന്നേക്ക് ആവശ്യിക്കുന്ന ദൈവികമായ നിമിഷങ്ങൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിക്കുന്നത്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, 36 വർഷം അടുപ്പിച്ച കൃപാരുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയിലെ ഇവിടെ നടന്ന 10,000 ആരാധ്യ ശക്തികൾ, മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. ഒരുമിച്ച് എല്ലാവരും എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ നൽകുന്ന അഭിഷേകം എന്താണെന്നറിയാവോ? ഈ ജനം ഇനി കരയത്തില്ലെന്നാണ്. ഈ ജനം ഇനി കരയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വാഗ്ദാനമാണ്. ഈ ജനത്തിൻ്റെ കരച്ചിൽ, അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ നീ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ലഹരി പാനീയങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ മാരക രോഗങ്ങളെക്കുറിച്ചോ എൻ്റെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ ജീവിത തകർച്ചയെക്കുറിച്ചോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിൻ്റെ ദൈവം അവർ കണ്ണുനീരോടെയാണ് വരണത്. 31:9 പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനം പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആ വാഗ്ദാനം ഈശോ നിറവേറ്റപ്പെടെങ്കിൽ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ കണ്ണുനീര്, കരുത്തിൻ്റെ കണ്ണുനീര്, രോഗത്തിൻ്റെ കണ്ണുനീര്, ജീവിത തകർച്ചയുടെ കണ്ണുനീര്, ജീവിത കുടുംബ തകർച്ചയുടെ കണ്ണുനീര് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഒറ്റ മാറട്ടെ. സൗഖ്യം നൽകണമേ എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കൈ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് കണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അകന്നുപോയ ഭാര്യാഭർത്തകന്മാർ, അന്താളിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വൈരാഗ്യം കൊണ്ട് മനസ്സും മൂടിപ്പോയവർ, വശ്യവും വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാം അൾത്താരയിൽ സമർപ്പിക്കുന്നതാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത, അവശേഷിക്കാത്ത, വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, വിവാഹം ഒത്തുവരാത്തവരെ, 10, 30, 31 വയസ്സായവരെ, 41 വയസ്സായവരെ, 41 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവരെ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവർ, വീടും വഴിയുമില്ലാത്തവരെ, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രഷറുകൾ, ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നുള്ള വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ സമർപ്പിക്കുക. ദൈവ പൈതലേ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല,
അവിടെ എല്ലാം ഗ്രൂപ്പിസമാണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം, ഒതുക്കാം, നിന്നെ എങ്ങനെ തട്ടിപ്പുറത്ത് കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭാഗോടമ്പടി നടക്കാത്ത ഭവനങ്ങൾ, സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കാത്ത കുടുംബങ്ങൾ, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ, പലതരത്തിൽ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ കലഹങ്ങൾ, ഭിന്നതകൾ, മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും അവരെ ശപിക്കുകയും, അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ, യുവതികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോൾ തനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാമെന്ന് ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധാത്മൻ ജീവനോടെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കളത്തിലിറക്കിയതാണ് അമ്മ ഈ കലിയുഗത്ത് കാണിക്കുന്ന ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും അത് ഏത് തരത്തിലുള്ള വേദനയായാലും, ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും, ഏത് തരത്തിലുള്ള മനപ്രയാസമായാലും അതെല്ലാം യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരമപിതാവ് അത് യേശു ഏറ്റെടുക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കിയ മറിയമ്മ അമ്മയാണ് കാനായിലെ കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നതെങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ഓ ദൈവമായ കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ ആ യേശുവിടെ പ്രത്യക്ഷനാണ്, അമ്മയുടെ പ്രത്യക്ഷനാണ്. നിന്റെ ജീവിത വ്യവഹാരം, നിന്റെ ഇല്ലായ്മകളും അല്ലായ്മകൾ എല്ലാം അമ്മ ഇപ്പൊ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറച്ചിൽ യേശു നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ഉന്നതമായ നാമത്തില് നിന്റെ സർവ്വവിധ വേദനകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കാനുള്ള ചെയ്ത കർത്താവിന്റെ സമാധാനത്തിന്റെ കൈകള് നിന്റെ ജീവിതത്തിന്മേൽ ഉയരട്ടെ. സമാധാനം നിന്നോട് കൂടെ. ശ്രുതിക്കട്ടെ. സൗഖ്യം നൽകണമേ നാഥാവരേണമേ, എന്നിൽ നിറയണമേ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കുപ്പിക്കൊണ്ട് മൗനമായി ഇവിടെ പറയാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയോട് പറയാം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറയരുത്. അച്ഛൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് പറയാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക്